നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് 25 മാർക്സ് ഇൻ 10 മിനിറ്റ്സ്. 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ 25 മാർക്ക് സ്കോർ ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ പ്രൊഫഷണൽ എക്സാംസിനൊക്കെ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മളെല്ലാവരും എക്സാം എഴുതിയിട്ട് വന്ന് ആദ്യമേ പറയുന്ന ഒരു പ്രശ്നമാണ് എന്തെന്ന് പറയുന്നത്, നമുക്ക് സമയം തികഞ്ഞില്ല, എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസിലും തുടക്കത്തിൽ ഒരു 20-25 മാർക്കിന് നമ്മുടെ 3 സ്ട്രീമുകൾക്കും MCQs ചോദിക്കും, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. പെട്ടെന്ന് ഒരുപാട് പരിപാടിയൊന്നുമില്ല, നമുക്ക് ഉത്തരങ്ങൾ അതിൽ തന്നെ കാണും. നമ്മൾ അതിൽ നിന്ന് പെട്ടെന്ന് പിക്ക് ചെയ്ത് എഴുതാനും ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മാച്ച് ദ ഫോളോയിങ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അതിന് 10 മിനിറ്റിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ MCQs എല്ലാം സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് 10 മിനിറ്റിനുള്ളിൽ ആ 25 മാർക്സിൻ്റെ MCQ സോൾവ് ചെയ്യാം. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ ആദ്യമേ തന്നെ ഇൻഡയറക്റ്റ് ടാക്സേഷൻ്റെ നമ്മുടെ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഡിസംബർ 2019 അറ്റംപ്റ്റിൽ ചോദിച്ച ഇൻഡയറക്റ്റ് ടാക്സേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? നോക്കി, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പോലെ ആദ്യമേ എന്ത് ചോദിക്കും? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ GSTയുടെ ഈ പാർട്ടിൽ. നമുക്ക് GST വേറെയും കസ്റ്റംസ് വേറെയാണ്. അപ്പോൾ GSTക്ക് വേണ്ടിയിട്ട് 20 മാർക്കിൻ്റെ MCQസും അതുപോലെ കസ്റ്റംസിന് വേണ്ടിയിട്ട് ഒരു 5 മാർക്കിൻ്റെ MCQസും ആണ് ചോദിക്കുന്നത്. നമുക്ക് ആദ്യമേ GSTയുടെ MCQs നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ടു സ്പെഷ്യൽ എക്കണോമിക് സോൺ യൂണിറ്റ് ഈസ് എന്താണെന്ന്. അതായത് നമ്മളൊരു സ്പെഷ്യൽ എക്കണോമിക് സോൺ യൂണിറ്റിലേക്ക് നമ്മുടെ ഗുഡ്സോ സർവീസോ അല്ലെങ്കിൽ ബോത്ത് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് എന്താണെന്ന്. അപ്പോൾ നമുക്ക് ഈ ഒറ്റ വാക്കി തന്നെ ഈ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് നമ്മൾ ഗുഡ്സും സർവീസും ഒക്കെ സപ്ലൈ ചെയ്യണമെങ്കിൽ ആ സപ്ലൈ നമുക്ക് എന്തെന്ന് വിളിക്കാം? സീറോ റേറ്റഡ് സപ്ലൈ എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? സീറോ റേറ്റഡ് സപ്ലൈ എന്ന് വിളിക്കാം. നമ്മുടെ ഓപ്ഷൻസ് വായിച്ചു നോക്കി എന്തൊക്കെയാണ്. ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കി. ഒന്നാമത് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ. ഒന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ അല്ല, അത് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ അല്ല. 2 എക്സ്പോർട്ട് സപ്ലൈ. അത് പ്രശ്നമാണല്ലേ, എക്സ്പോർട്ട് സപ്ലൈ. നമുക്ക് ഓപ്ഷൻസ് മൊത്തം വായിച്ചിട്ട് ഓരോ ഓപ്ഷനും ഡിസ്കസ് ചെയ്യാം. ഒന്നാമത് നോക്കി നോൺ GST സപ്ലൈ. എന്താണ് നോൺ GST സപ്ലൈ? നാലാമത്തെ നൺ ഓഫ് എബോ. അപ്പോൾ ഇത് വായിക്കുന്ന ഒരു കുട്ടി എപ്പോഴും ഇനി നൺ ഓഫ് എബോ ആയിരിക്കും എന്നാണ് ചിന്തിക്കുന്നത്. കാരണം അവരുടെ മനസ്സിലിരിക്കുന്നത് എന്താണ്? അതായത് അതൊരു സീറോ റേറ്റഡ് സപ്ലൈ എന്നാണ് മനസ്സിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ഈ 4 ഓപ്ഷനിൽ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി, അതായത് എക്സ്പോർട്ട് സപ്ലൈ. നമ്മൾ ഈ എക്സ്പോർട്ട് സപ്ലൈസിനെയും സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് കൊടുക്കുന്ന സപ്ലൈസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സീറോ റേറ്റഡ് സപ്ലൈ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിതിനെ നൺ ഓഫ് ദ എബോ എന്ന് പറയാൻ പറ്റുമോ? നൺ ഓഫ് ദ എബോ എന്ന് പറയാൻ പറ്റില്ല. കാരണം അതേ സെയിം കാറ്റഗറിയിൽ പെട്ടതാണ് എന്തെന്ന് പറയുന്നത് എക്സ്പോർട്ട് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്ക് ഒന്നെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ തരുന്നിരിക്കുന്ന ഓപ്ഷനിൽ 2 നമുക്ക് എന്തായാലും ശരി ഉത്തരമായിരിക്കും. ആ 2ൽ ഏതാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ലോജിക്ക് അനുസരിച്ചിട്ട് നമുക്ക് നല്ലത് ഏതാണെന്ന് തോന്നുന്നത് അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യും. അപ്പോൾ ഒന്നെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും? നൺ ഓഫ് ദ എബോ എന്ന് സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ എക്സ്പോർട്ട് സപ്ലൈ എന്ന് സെലക്ട് ചെയ്യും. ഇവിടെ എക്സ്പോർട്ട് സപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് നൺ ഓഫ് ദ എബോ എന്ന് സെലക്ട് ചെയ്യാൻ പറ്റില്ല. എന്തായിരിക്കും കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്? നമ്മുടെ എക്സ്പോർട്ട് സപ്ലൈ ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പോർട്ട് സപ്ലൈ ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താണെന്ന് നോക്കി. റിവേഴ്സ് ചാർജ് മെക്കാനിസം ഷാൾ അപ്ലൈ. ആർക്കാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം അപ്ലൈ ആവുന്നത്? നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒൺലി ഇൻ റെസ്പെക്ട് ഓഫ് സർവീസ്. സർവീസിന് മാത്രമാണോ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്? അല്ല, സർവീസ് അല്ല. അടുത്ത് നോക്കി, ഒൺലി ഇൻ റെസ്പെക്ട് ഓഫ് ഗുഡ്സ്. ഗുഡ്സിന് മാത്രമല്ല, ബോത്ത് ഇൻ റെസ്പെക്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതാണ് അല്ലേ, ഗുഡ്സിനും സർവീസിനും നമുക്ക് 2 പേർക്ക് എന്ത് ചെയ്യാം? റിവേഴ്സ് ചാർജ് മെക്കാനിസം നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അടുത്ത എന്താണെന്ന് നോക്കി, അടുത്ത പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കി, ഒൺലി ഇൻ റെസ്പെക്ട് ഓഫ് ഇൻവേർട്ട് സപ്ലൈ ഫ്രം അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൻ്റെ ഇൻവേർട്ട് സപ്ലൈ കിട്ടുകയാണെങ്കിൽ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ടാക്സ് പേ ചെയ്യണമെന്ന് നമുക്കറിയാം. പക്ഷേ ഒള്ളി ആണോ? അല്ല. അതിന് മാത്രമാണോ നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്? അല്ല. അതിപ്പോൾ ഗുഡ്സ് ആയാലും സർവീസ് ആയാലും അവർക്ക് റിവേഴ്സ് ചാർജ് മെക്കാനിസം അപ്ലൈ ചെയ്യാം. അല്ലാതെ നമ്മുടെ സപ്ലയർ എന്ന് പറയുന്ന അൺരജിസ്റ്റേർഡും അയാൾ നടത്തുന്ന ഇൻവേർട്ട് സപ്ലൈ ആണെങ്കിൽ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ ആർക്കാണ്? നമുക്ക് ഗുഡ്സിനും സർവീസ് ആൻഡ് ബോത്ത് ഇൻ റെസ്പെക്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം കഴിഞ്ഞില്ലേ? ഓക്കെ, നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റൻ നോക്കാം. മൂന്നാമത്തെ എന്താണെന്ന് നോക്കി. ഹെൽത്ത് കെയർ സർവീസ് ഈസ് ടാക്സബിൾ വെയർ സപ്ലൈ ആർ പ്രൊവൈഡഡ് ഇൻ ദ ഫീൽഡ് ഓഫ്. നമ്മൾ പഠിച്ചു, എക്സംഷൻസ് പഠിച്ചപ്പോൾ പറഞ്ഞു എന്താണ് ഹെൽത്ത് കെയർ സർവീസ് എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ആണ്. എങ്ങനെയാണെങ്കിൽ അതൊരു റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ ബോഡിക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഹെൽത്ത് കെയർ സർവീസ് എക്സംപ്റ്റഡ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടാക്സബിൾ എപ്പോഴാണെന്ന്. അപ്പോൾ എക്സംപ്റ്റഡ് എപ്പോഴാണ്? റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ ബോഡിക്കാണ് കൊടുക്കുന്നതെങ്കിൽ എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ ബോഡിക്ക് അല്ലെങ്കിൽ അതെന്താണ്? ടാക്സബിൾ ആണ്. അപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് റെക്കഗ്നൈസ്ഡ് ഏതാണ് അൺറെക്കഗ്നൈസ്ഡ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഞാൻ ആ എക്സംഷൻസ് പഠിച്ചപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റാണ്. നമുക്ക് നോക്കാം ഓരോന്ന് എന്താ നോക്കാം. ഒന്നാമത് നോക്കി, സിദ്ധ ആയുർവേദ ഹോമിയോപ്പതി. സിദ്ധ ആയുർവേദ ഹോമിയോപ്പതിയൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആണ്. അതൊരു റെക്കഗ്നൈസ്ഡ് ബോഡി ഓഫ് മെഡിക്കലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടെ നോക്കി, യോഗ യുനാനി നാച്ചുറോപ്പതി. അതും ഇതുപോലെയാണ്, എന്താണ് റെക്കഗ്നൈസ്ഡ് ആണ്. അവിടെ നോക്കി,
അക്യുപഞ്ചർ, അക്യുപ്രഷർ ആൻഡ് പ്രാണിക് ഹീലിംഗ്. നമ്മൾ ഈ പോയിന്റ് പഠിച്ചപ്പോൾ തന്നെ ഞാൻ ഈ പോയിന്റ് പറഞ്ഞതാണ്. അതായത് ഈ പ്രാണിക് ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണാം. അതായത് ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഒരു വടിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നമ്മുടെ വേദനയുള്ള ഭാഗത്ത് തൊടുകയും ഇങ്ങനെ 2 അടിയൊക്കെ അടിക്കുന്ന സമയത്ത് അവരുടെ വേദന മാറുന്നതായിട്ടൊക്കെ നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അതെന്താണ്, ഒരു റെക്കഗ്നൈസ്ഡ് ബോഡി ഓഫ് മെഡിക്കൽ ഫീൽഡ് അല്ല, അതൊരു റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ ബോഡീസ് അല്ല. അപ്പം അതായിരിക്കും നമ്മുടെ ഇവിടുത്തെ ഉത്തരം. അടുത്ത ഓപ്ഷനും കൂടെ നമുക്ക് വായിച്ചു നോക്കാം. എന്താ നോക്കി, അലോപ്പതി മോസ്റ്റ്ലി വേൾഡ് വൈഡ് റെക്കഗ്നൈസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൻസർ എന്തായിട്ട് പറയാം, നമ്മുടെ അക്യുപഞ്ചർ അല്ലെങ്കിൽ അക്യുപ്രഷർ ആൻഡ് പ്രാണിക് ഹീലിംഗ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്ന ഒരു റെക്കഗ്നൈസ്ഡ് ബോഡി ഓഫ് മെഡിക്കൽ ഫീൽഡ് അല്ല. അതുകൊണ്ട് നമ്മുടെ അവിടെ കൊടുക്കുന്ന ഹെൽത്ത് കെയർ സർവീസൊക്കെ ടാക്സബിൾ ആയിരിക്കും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി, വെയർ ആ ഡെസ്ക്ടോപ്പ് പ്രിൻ്റർ ഈസ് സോൾഡ് ഫോർ 10,000. ഒരു 10,000 രൂപയ്ക്ക് നമ്മളൊരു ഡെസ്ക്ടോപ്പ് പ്രിൻ്റർ സെയിൽ ചെയ്തു. എലോങ് വിത്ത് എക്സ്ചേഞ്ച് ഓഫ് ആൻ ഓൾഡ് പ്രിൻ്റർ, ഒരു പഴയ പ്രിൻ്ററും കൂടെ നമ്മൾ എന്ത് ചെയ്തു, എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ ഓർമ്മയുണ്ടോ, നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ പഠിച്ച സമയത്ത് കുറേ റൂൾസ് പഠിച്ചത്, ആ റൂൾസിൻ്റെ ആപ്ലിക്കബിലിറ്റി ആയിരിക്കും ഇവിടെ വരുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഇഫ് ദ പ്രൈസ് ഓഫ് ന്യൂ ഡെസ്ക്ടോപ്പ് പ്രിൻ്റർ വിത്തൗട്ട് എക്സ്ചേഞ്ച് ഈസ് 12,500 rupees. അതായത് നമുക്ക് അവിടെ എന്തില്ല, എക്സ്ചേഞ്ച് ഇല്ല. നമ്മൾ പ്യുവറായിട്ട് ആ ഡെസ്ക്ടോപ്പ് പ്രിൻ്റർ മാത്രമാണ് വിൽക്കുന്നതെങ്കിൽ ആ ഒരു പ്രിൻ്ററിൻ്റെ വില 12,500 rupees ആണ് അല്ലേ. ദ ടാക്സബിൾ വാല്യൂ ഓഫ് GST പർപ്പസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ റൂൾ പ്രകാരമാണെങ്കിൽ പ്രൈസ് സോൾ കൺസിഡറേഷൻ അല്ലെങ്കിൽ നമ്മൾ ഈ താഴെ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള റൂൾസുകൾ ആപ്ലിക്കബിൾ ആക്കണം. അതിൽ റൂൾസിൽ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്, അതിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അല്ലേ. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്, ഓപ്പൺ മാർക്കറ്റ് വാല്യൂ. ഇവിടുത്തെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്, 12,500 എന്ന് പറയുന്നത് അല്ലേ. ഇവിടുത്തെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അല്ലേ 12,500 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ത് തന്നെ ആയിരിക്കും, നമ്മുടെ 12,500 തന്നെ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻസ് വായിക്കേണ്ട കാര്യം പോലും ഇല്ല. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന 10,000, 12,500, എയ്തർ A or B അല്ലെങ്കിൽ 10,000. നമുക്കത് നോക്കേണ്ട കാര്യം പോലും, നമുക്കറിയാം എന്താണ് 12,500 ആണ് എന്തെന്ന് പറയുന്ന ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. പ്രൈസ് സോൾ കൺസിഡറേഷൻ അല്ലെങ്കിൽ നമ്മുടെ റൂൾ ആപ്ലിക്കബിൾ ആയിരിക്കണം അവിടെ എന്തെന്ന് പറയുന്നത് 12,500 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കി, സെയിൽ ഡോക്യുമെൻറ്റ് ടു ബി ജനറേറ്റഡ് ബൈ ദ സപ്ലയർ ഇൻ കേസ് ഓഫ് എക്സംപ്റ്റഡ് സപ്ലൈസ്. അതായത് ഒരു എക്സംപ്റ്റഡ് സപ്ലൈസ് നടത്തുന്ന സമയത്ത് നമ്മുടെ സപ്ലയർ കൊടുക്കേണ്ട സെയിൽസ് ഡോക്യുമെൻറ്റ് ഏതാണെന്ന് നമ്മൾ പഠിച്ച കാര്യമോ പല പ്രാവശ്യം പറഞ്ഞപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പോയിൻ്റാണിത്. നമുക്ക് നോക്കാം ഏതെന്ന് പറയുന്നത്. എക്സംപ്റ്റഡ് സപ്ലൈസ് അല്ലേ. അപ്പോൾ എന്താണ്, ടാക്സ് ഇൻവോയ്സ് ആയിരിക്കുമോ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ടാക്സ് ഇൻവോയ്സ് ആവാൻ സാധ്യതയില്ല. രണ്ടാമത് നോക്കി, ഡെലിവറി ചെല്ലാൻ. മൂന്നെന്ന് പറയുന്ന ബിൽ ഓഫ് സപ്ലൈ. നാലെന്ന് പറയുന്ന കൊമേഴ്ഷ്യൽ ഇൻവോയ്സ്. നാലെന്ന് പറയുന്നത് എന്താണ്, കൊമേഴ്ഷ്യൽ ഇൻവോയ്സ്. അപ്പോൾ ഇതിൽ ഏതാനാണ് ചാൻസസ് എന്ന് പറയുന്നത്. ഒരു സപ്ലൈ നടത്തുമ്പോൾ നമ്മൾ എക്സംപ്റ്റഡ് സപ്ലൈ ആണെങ്കിൽ കൊടുക്കുന്ന ഡോക്യുമെൻ്റ് പേരെന്താണ്, ബിൽ ഓഫ് സപ്ലൈ അല്ലേ, നമുക്കറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ കിട്ടിയില്ലേ, ടാക്സ് ഇൻവോയ്സ് എന്തായാലും ആയിരിക്കത്തില്ല, അത് ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ ഓപ്ഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാണ്, ബിൽ ഓഫ് സപ്ലൈ അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ 5 MCQസിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ ആദ്യത്തെ 5 എണ്ണം ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഏതാണെന്ന് അറിയാമോ, അടുത്ത ചോദിച്ചിരിക്കുന്ന ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. എന്താണ് മാച്ച് ദ ഫോളോയിങ്. ആദ്യമേ നിങ്ങൾ ഈ മാച്ച് ദ ഫോളോയിങ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ ഒരു പ്രാവശ്യം എല്ലാം കൂടെ ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നമുക്ക് ഏതാ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. നോക്കിയേ മാച്ച് ദ ഫോളോയിങ് നോക്കിയേ. ഒന്നാമത് കോളം എയിൽ കൊടുത്തിരിക്കുന്നത് GST റിട്ടേൺ ഓഫ് ഇൻവേർട്ട് സപ്ലൈ. നമ്മുടെ ഇൻവേർട്ട് സപ്ലൈക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന GST റിട്ടേൺ ഏതാണെന്ന്. ഇൻവേർട്ട് സപ്ലൈക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന GST റിട്ടേൺ ഏതാണെന്ന്. രണ്ടാമത് നോക്കി, റീഡ് ഓൺലി ഡോക്യുമെൻറ്റ്. നമുക്ക് വായിക്കാൻ മാത്രമേ പറ്റാവുള്ളൂ, അല്ല നമുക്ക് അഡീഷണൽ ആയിട്ട് എറൈസ് ചെയ്യാനൊന്നും പറ്റാത്ത ഡോക്യുമെൻറ്റ് ഏതാണെന്ന് നോക്കാം. അടുത്ത നോക്കിയേ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് വെയർ ഡിലേ പേയ്മെൻറ്റ് ഓഫ് GST. നമ്മൾ GSTയിൽ ഡിലേ ചെയ്തു, പേയ്മെൻറ്റിൽ ഡിലേ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഇൻട്രസ്റ്റ് ചാർജ് പേ ചെയ്യേണ്ടേ, ആ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് എത്രയായിരിക്കും. അത് നോക്കി, ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് GSTR1. നമുക്കറിയാവുന്ന സാധനം GSTR1ൻ്റെ ഡ്യൂ ഡേറ്റ്, അതായത് ഡാഷ് ഓഫ് ദ സക്സീഡിംഗ് മന്ത്. നമ്മുടെ നെക്സ്റ്റ് മന്തിൽ എത്രാമത്തെ തീയതി ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. അത് നോക്കി, ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് GSTR3B. 3B ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ്. അപ്പോൾ അത് നമുക്കറിയാം, നമ്മൾ റിട്ടേൺ എന്ന പാഠം പഠിച്ചപ്പോഴത്തേക്ക് GSTR1നെ പറ്റിയും GSTR3B പറ്റിയിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് നോക്കാം അപ്പുറത്തെ സൈഡിലെ ഓപ്ഷൻസ് എന്താണെന്ന് നോക്കി. കൊടുത്തിരിക്കുന്ന ഫോം 2A. കൊടുത്തിരിക്കുന്ന ഫോം 2A. അടുത്ത വെച്ചിരിക്കുന്ന 18, 20, ഫോം 2, അടുത്ത 10. ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് ഏറ്റവും ഉറപ്പുള്ള കാര്യങ്ങൾ നോക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഉറപ്പുള്ള കാര്യമാണ് നമ്മുടെ GSTR1നെ പറ്റിയിട്ടും GSTR2നെ പറ്റിയിട്ടും. GSTR1ഉം GSTR2 നോക്കിയേ. GSTR1 ഫയൽ ചെയ്യേണ്ട ഡേറ്റ് ഏതാണെന്ന് നമുക്കറിയാം. ഏതാണ് നെക്സ്റ്റ് മന്തിലെ 10th അല്ലേ. നെക്സ്റ്റ് മന്തിലെ 10th. അപ്പോൾ നമുക്ക് GSTR ഫയൽ ചെയ്യേണ്ട ഡേറ്റ് നമുക്ക് എന്തെന്ന് പറയാം, ഈ 10th എന്ന് പറഞ്ഞൂടെ, ഇതെന്ന് പറഞ്ഞൂടെ. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു നമ്പർ ഇടാം. എത്ര ഇടാം, ഏതാണ് നമ്മുടെ GSTR എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ നമ്മൾ 4 മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്തത് അറിയാം. അടുത്തത് ഏതാണ്, അടുത്തത് നമ്മുടെ GSTR3B ഫയൽ ചെയ്യേണ്ട ഡേറ്റ്. GSTR3B ഫയൽ ചെയ്യേണ്ട ഡേറ്റ് 20 അല്ലേ, അത് നമുക്ക് അറിഞ്ഞൂടെ. അപ്പോൾ നമുക്ക് GSTR3Bയുടെ കാര്യമായി 5 ആയി. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്ത ബാക്കി നിൽക്കുന്ന ഓപ്ഷൻസ് നോക്കി. ഫോം 2A, 18 ഫോം B. നോക്കിയേ, നമ്മുടെ റേറ്റ് ഓഫ് ഡിലേയിങ് GST. നമ്മൾ GST പേ ചെയ്യാൻ ഡിലേ ചെയ്ത് കഴിഞ്ഞാലുള്ള റേറ്റ് ഏതാണ്, 18% അല്ലേ. 18% അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ഇടാം 3. ഓക്കെ അല്ലേ. ഇനി നോക്കി, ഒന്നാമത്തത് നമ്മുടെ GST റിട്ടേൺ ഓൺ ഇൻവേർട്ട് സപ്ലൈസ്. നമ്മുടെ ഇൻവേർട്ട് സപ്ലൈസിന് നമ്മൾ കൊടുക്കുന്ന GST റിട്ടേൺ ഏതാണ് ഫോം 2-ലല്ലേ. ഫോം 2-ലല്ലേ നമ്മൾ GST റിട്ടേൺ ഓഫ് ഇൻവേർട്ട് സപ്ലൈസ് കൊടുക്കുന്നത് അല്ലേ.
അപ്പോൾ നമ്മൾ ഒന്നാമത്തതായി. ബാക്കി നിൽക്കുന്ന ഏതായിരിക്കും? ഫോം 2B എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് റീഡ് ഒൺലി ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഫോം 2B ആയിരിക്കും എന്തെന്ന് പറയുന്നത് റീഡ് ഒൺലി ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ഈ ഫോം 2ഉം ഫോം 2Aയും തമ്മിൽ നമുക്കൊരു ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കരുത്. റീഡ് ഒൺലി ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഫോം 2Aയും നമ്മുടെ GST റിട്ടേൺ ഓഫ് ഇൻവേർട്ട് സപ്ലൈസ് എന്ന് പറയുന്നത് 2 ആയിട്ടും ഫോം 2 ആയിട്ടും നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ അല്ലേ? മാച്ച് ദ ഫോളോയിങ് കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് അടുത്തിലോട്ട് പോകാം. അടുത്ത ട്രൂ ഓർ ഫാൾസ് ആണ്. നമുക്ക് നോക്കാം ട്രൂ ഓർ ഫാൾസിൽ ഏതാണെന്ന് നോക്കാം. സ്റ്റേറ്റ് വെദർ ദ ട്രൂ ഓർ ഫാൾസ്. താഴെ പറയുന്നില്ല ട്രൂ ഓർ ഫാൾസ് ഏതാണ് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ നോക്കി ഇവിടെ ട്രൂ ഓർ ഫാൾസ് മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ട്രൂ ഓർ ഫാൾസും നിങ്ങൾ ഏതാണെന്ന് കോട്ട് ചെയ്യുക. ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് കോട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റീസണും കൂടെ കോട്ട് ചെയ്യാൻ നോക്കുക. നമുക്ക് നോക്കാം. നമ്മുടെ ട്രൂ ഓർ ഫാൾസ് നമുക്ക് നോക്കാം. ആദ്യം ചോദിച്ചിരിക്കുന്നു നോക്കി. ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് അണ്ടർ GST ഈസ് ടു ബി ഡൺ ബൈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓൺലി. അതായത് GSTയിലെ ആദ്യത്തെ ടൈപ്പ് ഓഫ് ഓഡിറ്റ് നമുക്കറിയാം അല്ലേ? ഓഡിറ്റ് നടത്താൻ നമുക്ക് പവറുള്ളത് ആർക്കൊക്കെയാണ്? ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മാത്രമാണോ? GSTയിൽ അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന ഡെഫിനിഷനകത്ത് വരുന്നിരിക്കുന്ന ആരൊക്കെയാണ്? നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും കോസ്റ്റ് അക്കൗണ്ടൻസും ആണ് അല്ലേ? അപ്പോൾ ഏതൊരു കോസ്റ്റ് അക്കൗണ്ടൻറ്റ് പിള്ളേർ ഈ എക്സാം എഴുതുമ്പോഴും അവർക്ക് ഉറപ്പായിട്ട് ഒരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഇത് ഉറപ്പായിട്ട് എന്തെന്ന് പറയാം? ഫോൾസ് എന്ന് പറയാം. കാരണം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മാത്രമല്ല കോസ്റ്റ് അക്കൗണ്ടൻറ്റിന് അതിനുള്ള റൈറ്റ് ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫോൾസ്. ഇനി രണ്ടാമത്തെ എന്താ നോക്കി. ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഈവൻ ഇഫ് ഡ്യൂട്ടി ഈസ് പെയ്ഡ് ബിഫോർ ഷോക്കേസ് നോട്ടീസ്. നമ്മൾ ഷോക്കേസ് നോട്ടീസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഡ്യൂട്ടി പേ ചെയ്താലും ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. അതെ, ട്രൂ ആണ്. നമുക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷോക്കേസ് നോട്ടീസ് കൊടുക്കുന്നതിന് മുമ്പ് ഇൻട്രസ്റ്റ് പേ ചെയ്താലും നമ്മൾ ആ ഡ്യൂട്ടി പേ ചെയ്താലും നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ്. നമുക്കിനി അടുത്തതിലേക്ക് പോകാം. നോക്കി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. നോക്കി ITC ഈസ് allowed if the goods are destroyed by fire. നോക്കി നമുക്ക് അറിയാവുന്ന കാര്യം ചോദിച്ചിരിക്കുന്നത് ITC is allowed if goods are destroyed by fire. അതായത് നമ്മൾ കുറേ ഇൻപുട്ട് സപ്ലൈസ് മേടിച്ചു, കുറേ നമ്മുടെ ആവശ്യമായിട്ടുള്ള കുറേ റോ മെറ്റീരിയൽസ് നമ്മൾ മേടിച്ചു. എന്നിട്ട് പറയാണ് ഞങ്ങൾ ഇതിൽ ITC എടുക്കുകയാണ്, പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഗുഡ്സ് തീ പിടിച്ച് കത്തിപ്പോയി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന്? അവർ കൊടുത്തിരിക്കുന്ന ട്രാൻസാക്ഷൻ ജെന്യുവൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ITC പഠിച്ചപ്പോഴേ പറഞ്ഞു അല്ലേ, ആ ഗുഡ്സ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ, അതിൻ്റെ ബില്ല് നമ്മുടെ കയ്യിലില്ലെങ്കിൽ, ആ ഗുഡ്സ് ഫയറായിട്ട് ലോസ്റ്റ് ആയി പോയി എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ITC അവൈൽ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്തോ നോക്കി. ഇൻ കേസ് ഓഫ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഇറ്റ് ഈസ് കമ്പൽസറി ദാറ്റ് ദ റെസിപ്പിയൻറ്റ് ഓഫ് പേയ്മെൻറ്റ് ഷുഡ് ബി ഇൻ ഫോറിൻ എക്സ്ചേഞ്ച്. ഓക്കെ, ഇൻ കേസ് ഓഫ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്, നമ്മൾ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് കമ്പൽസറി ദാറ്റ് ദ റെസിപ്പിയൻറ്റ് ഓഫ് പേയ്മെൻറ്റ് ഷുഡ് ബി ഇൻ ഫോറിൻ എക്സ്ചേഞ്ച്. നമ്മുടെ റെസിപ്പിയൻറ്റ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് ആയിരിക്കണം. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കമ്പൽസറി ആയിട്ട് നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ചിലായിരിക്കും എന്ന് നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആണ്. ഓക്കെ അല്ലേ? നോക്കി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. എ രജിസ്റ്റേർഡ് പേഴ്സൺ മേ ട്രാൻസ്ഫർ എനി എമൗണ്ട് ഓഫ് ടാക്സ്, ഇൻട്രസ്റ്റ്, penalty or any other amount available in electronic cash ledger to electronic cash ledger of IGST, CGST, UTGST or cess. ഒന്നും കൂടെ നോക്കിയടാ. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ മേ ട്രാൻസ്ഫർ എനി എമൗണ്ട് ഓഫ് ടാക്സ്, നമ്മുടെ ടാക്സ് എമൗണ്ടോ ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ GSTയിൽ പേ ചെയ്യേണ്ട എമൗണ്ട് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ടു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഓഫ് CGST, IGST, SGST. നമ്മുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ നിന്ന് നമുക്ക് മറ്റേതെങ്കിലും CGST, SGST, IGSTയിലേക്ക് നമുക്ക് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ കിടക്കുന്ന എമൗണ്ട് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ അല്ലാതെ നമ്മുടെ വേറൊരു ലെഡ്ജറിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ കിടക്കുന്ന എമൗണ്ട് നമുക്ക് ടാക്സ് പേ ചെയ്യാനും ഇൻട്രസ്റ്റ് പേ ചെയ്യാനും പെനാൽറ്റി പേ ചെയ്യാനും ഒക്കെ എടുത്തുകൂടെ? അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ അല്ലേ? അപ്പോൾ നമുക്കിത് ട്രൂ എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ട്രൂ ഓർ ഫോൾസും കഴിഞ്ഞു. ഇനി നമുക്ക് എന്തുണ്ട്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്. നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലേക്ക് കിടക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഇഫ് നമ്മുടെ ECO അതായത് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ഈസ് ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി ദെൻ ദ പേഴ്സൺ ലയബിൾ ടു പേ ടാക്സ്. അതായത് നമ്മുടെ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ നമ്മുടെ ഇന്ത്യയുടെ ടാക്സബിൾ ടെറിട്ടറിയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിന് വേണ്ടിയിട്ട് ടാക്സ് പേ ചെയ്യേണ്ടത് ആരായിരിക്കും? നമ്മുടെ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ തന്നെ ആയിരിക്കും. ഉത്തരം തന്നെ ഇവിടെ കിടപ്പുണ്ട്. ആരാണ്? ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആൾ തന്നെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ടാക്സബിൾ ടെറിട്ടറിയിൽ പുള്ളിക്കാരനുണ്ടെങ്കിൽ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ തന്നെ എന്ത് ചെയ്യണം? ടാക്സ് പേ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? ഇനി നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ദ ടൈം ലിമിറ്റ് ബിയോണ്ട് വിച്ച് ഇഫ് ഗുഡ്സ് ആർ നോട്ട് റിട്ടേൺ ദ ക്യാപിറ്റൽ ഗുഡ്സ് സെൻറ്റ് ഫോർ ജോബ് വർക്കർ ഷാൾ ബി ട്രീറ്റഡ് ആസ് സപ്ലൈ. അതായത് നമ്മളൊരു ജോബ് വർക്കറിന് ഒരു ക്യാപിറ്റൽ ഗുഡ്സ് സെൻഡ് ചെയ്തു, പക്ഷേ ജോബ് വർക്കർ ജോബ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഗുഡ്സ് തിരിച്ചു തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എത്ര നാൾ വരെ നിങ്ങൾ കാത്തിരിക്കണം? എത്ര നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒരു സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം? നമുക്കറിയാവുന്ന കാര്യം. എത്ര ഇയർ ആണ്? 3 years അല്ലേ? 3 years കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ സപ്ലൈ നമ്മളൊരു സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അത് ജോബ് വർക്കറിന് കൊടുത്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട, അതിനൊരു സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അടുത്ത് നോക്കി. ട്രാൻസ്പോർട്ട് ഓഫ് മിൽക്ക് ഈസ് ഡാഷ് സപ്ലൈ. നമ്മുടെ മിൽക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത്, മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രൂ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ട് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സംപ്റ്റഡ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തുകൂടെ? ഒരു എക്സംപ്റ്റഡ് സപ്ലൈ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ട്രീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം.
A registration certificate granted to casual taxable person or non-resident taxable person will be valid for dash days ഫ്രം ദ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. നമ്മൾ പഠിച്ചതാ നമ്മുടെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ഒക്കെ GST രജിസ്ട്രേഷൻ എടുക്കണം. പക്ഷേ അത് പെർമനൻറ്റ് ഇൻ നേച്ചർ അല്ല, അതിനൊരു വാലിഡിറ്റി ഉണ്ട്. ആ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 90 days. നമുക്കറിയാവുന്ന കാര്യം അല്ലേ? എത്ര ഡേയ്സ് ആണ്? 90 days ആണ് ആ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അവർക്ക് വേണമെങ്കിൽ അത് പിന്നെയും ഫർദർ 90 days എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 days. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കി. A registered supplier has claimed depreciation as per Income Tax Act 1961 on the total cost of machinery including IGST component of 36,000 rupees. He can avail ITC to ടേൺ ഓവർ ഓഫ് ഡാഷ്. അതായത് ഒരാൾ നമ്മുടെ ഫിക്സഡ് അസറ്റിന്, അതായത് മെഷീനറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇൻകം ടാക്സിൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ എടുത്ത് ITC പഠിച്ചപ്പോൾ അവിടെ ഉള്ളൊരു റൂൾ നമ്മൾ പഠിച്ചതാണ്. എന്ത്? ഒരു പേഴ്സൺ ഇൻകം ടാക്സിൽ ആ GST കമ്പോണൻറ്റ് ഉൾപ്പെടെ അവൻ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല? ITC അവൈൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് അവൻ 36,000 രൂപയ്ക്ക് അല്ലേ 36,000 രൂപ IGST കമ്പോണൻറ്റ് ഉള്ളത് ഉൾപ്പെടെ അവൻ എന്ത് ചെയ്തു? നമ്മുടെ ഇൻകം ടാക്സിനകത്ത് അവൻ എന്ത് ചെയ്തു? ഇൻകം ടാക്സിനകത്ത് അവൻ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവന് ITC അവൈൽ ചെയ്യാൻ പറ്റില്ല. ഇല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ₹0 എന്ന് എഴുതാം, അല്ലെങ്കിൽ നില്ലെന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ GSTയുടെ MCQs കഴിഞ്ഞു. ഇനി ഒരു 5 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എവിടെയും കാണാം? നമുക്ക് കസ്റ്റംസിലും കാണാം. നമുക്ക് അതും കൂടെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കാം. ഓക്കെ അല്ലേ? നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എക്സ്റ്റെൻഡ് ടു ഡാഷ് നോട്ടിക്കൽ മൈൽസ് ഫ്രം ദ ബേസ് ലൈൻ. നമുക്കറിയാം അല്ലേ? എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നത് എത്ര നോട്ടിക്കൽ മൈൽസ് ആയിരിക്കും? നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ. 200 നോട്ടിക്കൽ മൈൽസ് അല്ലേ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആദ്യമേ തന്നെ ടെറിട്ടറി പഠിച്ചപ്പോൾ, എന്താണ് ഇന്ത്യ എന്ന് പഠിച്ചപ്പോൾ, ഇന്ത്യയുടെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ തന്നെ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഇത് കസ്റ്റംസിൽ തന്നെ ചോദിക്കേണ്ട കാര്യമില്ല. കസ്റ്റംസിലാണെങ്കിലും 200 നോട്ടിക്കൽ മൈൽസ് ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ, നമുക്ക് മാർക്ക് തരാൻ വേണ്ടിയിട്ട് അവർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ തെറ്റിക്കരുത്. അടുത്ത നോക്കിയേ. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 1 ഓഫ് കസ്റ്റംസ് ആക്ട് 1962, adjudicating authority means any authority competent to pass any orders or decisions under this act. നമുക്കറിയാം സെക്ഷൻ 2 സബ്സെക്ഷൻ 1 നമ്മുടെ കസ്റ്റംസ് ആക്ടിലെ സെക്ഷൻ 2 സബ്സെക്ഷൻ 1 പ്രകാരം ഒരു അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? അവിടെ നമ്മുടെ ഏതെങ്കിലും ഒരു സംഭവങ്ങൾ പാസ്സാക്കുക, ഏതെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കുക, ഡിസിഷൻസ് എടുക്കുക, ഇതൊക്കെയാണ് നമ്മുടെ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഡസ് നോട്ട് ഇൻക്ലൂഡ്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഈ താഴെ പറയുന്നതിൽ ആരാണ്? ഒന്നാമത്തെ നോക്കി CBEC, സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ്. രണ്ടാമത്തെ നോക്കി കമ്മീഷണർ ഓഫ് അപ്പീൽസ്. അടുത്ത CESTAT, അതായത് നമ്മുടെ കസ്റ്റംസ് എക്സൈസ് ആൻഡ് സർവീസ് ടാക്സ് അപ്പീലേറ്റ് ട്രൈബ്യൂണലിലെ അവർ. ഓൾ ഓഫ് ദി എബോവ്. നോക്കി, ഇവർക്ക് എല്ലാവർക്കും ഇല്ല. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ആരൊക്കെയാണ്? ഇവർ 3 പേര് ഇതിൽ ഇൻക്ലൂഡ് അല്ല. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? ഓൾ ഓഫ് ദി എബോവ് ആണ് ഇതിൽ ആൻസർ. ഓൾ ഓഫ് ദി എബോവ് അല്ലേ? നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസും നമ്മുടെ കമ്മീഷണർ ഓഫ് അപ്പീലേറ്റും നമ്മുടെ കസ്റ്റംസ് എക്സൈസ് ആൻഡ് സർവീസ് ടാക്സ് അപ്പീലേറ്റ് ട്രൈബ്യൂണലും, ഇവർ 3 പേരും അല്ലേ? ഈ 3 പേർക്കും ഇല്ലേ? അപ്പോൾ നമുക്ക് ഓൾ ഓഫ് ദി എബോവ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കി. സപ്ലൈസ് മെയ്ഡ് ടു SES അല്ലെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഓർ ഡെവലപ്പേഴ്സ് ഓഫ് സ്പെഷ്യൽ എക്കണോമിക് സോൺ. നമ്മുടെ ആദ്യമേ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ അതേപോലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 0 റേറ്റഡ് സപ്ലൈ, എക്സംപ്റ്റഡ് സപ്ലൈ, നിൽ റേറ്റഡ് ഡ്യൂട്ടി. നമുക്കറിയാം എന്താണ് ഇവിടുത്തെ ഉത്തരം? 0 റേറ്റഡ് സപ്ലൈ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ആൻസർ വരുന്ന സെയിം 2 ക്വസ്റ്റ്യൻ, പക്ഷേ 2 രീതിയിൽ ചോദിച്ചിരിക്കുന്നു. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അടുത്ത് നോക്കി, 4ാമത്തെ പോയിന്റ് നോക്കി. അസസ്മെന്റ് മീൻസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ ടാക്സ് ലയബിലിറ്റി ഇൻ അക്കോർഡൻസ് വിത്ത് പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട്. നമുക്കറിയാം അസസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ടാക്സ് ലയബിലിറ്റിയിലെ പ്രൊവിഷൻസ് വെച്ചിട്ട് നമ്മുടെ ലയബിലിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ്. വിച്ച് ഇൻക്ലൂഡ്സ്, താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്? നോക്കിയേ. പ്രൊവിഷണൽ അസസ്മെന്റ് ആണ്, സെൽഫ് അസസ്മെന്റ് ആണ്, റീ അസസ്മെന്റ് അതുമാണ്. ഓൾ ഓഫ് ദ എബോവ്. ആൻസർ എന്താണ്? ഓൾ ഓഫ് ദ എബോവ് അല്ലേ? ഇതിനെല്ലാത്തിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? അസസ്മെന്റ് എന്ന് വിളിച്ചൂടെ? ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് മാർക്ക് തരാൻ വേണ്ടി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പോലും ഉണ്ട്. അടുത്ത ലാസ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഡാഷ് വിൽ ബി ചാർജ്ഡ് ഓൺ ലക്ഷറി പ്രൊഡക്ട്സ് ലൈക്ക് ഹൈ എൻഡ് കാർസ്, ഡിമെറിറ്റ് കമ്മോഡിറ്റീസ് ലൈക്ക് പാൻ മസാല, ടൊബാക്കോ ആൻഡ് എറേറ്റഡ് ഡ്രിങ്ക്സ്. അതായത് നമ്മുടെ ഈ ലക്ഷറി പ്രൊഡക്ട്സ്, പാൻ മസാല, ടൊബാക്കോ പ്രൊഡക്ട്സ് ഇങ്ങനെയൊക്കെ ഉള്ളവയിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന, അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യുന്ന സാധനം ഈ താഴെ പറയുന്നതിൽ ഏതാണെന്ന് നമുക്കറിയാം. നോക്കിയേ. ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ആണോ? അല്ല. സേഫ് ഗാർഡ് ഡ്യൂട്ടി വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷേ നമുക്ക് താഴെയുള്ള ഓപ്ഷൻ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും സേഫ് ഗാർഡ് ഡ്യൂട്ടി ആണോ അല്ലേ. അടുത്ത് നോക്കി. GST കോമ്പൻസേഷൻ സെസ്. എന്താണ് GST കോമ്പൻസേഷൻ സെസ്? അടുത്ത IGST. നമ്മൾ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ IGST വരും, അത് വേറെ കാര്യം. അപ്പോൾ നോക്കി, ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്താണ്? GST കോമ്പൻസേഷൻ സെസ് അല്ലേ? അപ്പോൾ നമുക്ക് GST കോമ്പൻസേഷൻ സെസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഈ സീരീസിൽ ആദ്യത്തെ വീഡിയോ കഴിഞ്ഞു. നമ്മൾ 25 മാർക്ക് സ്കോർ ചെയ്യുന്നു. ഞാൻ 10 മിനിറ്റ്സ് എന്ന് അതൊരു വീഡിയോയ്ക്ക് ടൈറ്റിലിന് വേണ്ടി പറഞ്ഞതാണ്. ചിലപ്പോൾ 10 എന്നുള്ളത് 10 to 15 മിനിറ്റ്സ് ആവും, പക്ഷേ അത് കുഴപ്പമില്ലല്ലോ, നമുക്ക് പഠിക്കാനുള്ള കാര്യമല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻസും, നിങ്ങൾക്ക് ഇനി ഏത് ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്, ഏത് സബ്ജക്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത്, നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമ്മൾ ഓരോ ദിവസം മാക്സിമം ഓരോ വീഡിയോസെങ്കിലും വെച്ചിട്ട് മാക്സിമം ഈ സീരീസിൽ കവർ ചെയ്യാൻ നോക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.